നമസ്കാരം പ്രിയമുള്ളവരെ, വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്, പാലക്കാടാണ് താമസം. ഫോൺ നമ്പർ 9447352982. വിയർപ്പിൻ്റെ ദുർഗന്ധം, അതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ തുടർച്ചയാണിത്. ദുർഗന്ധം പലപ്പോഴും സുഗന്ധം ആകാറുണ്ട്. നമ്മുടെ ഈ വിയർപ്പിൻ്റെ കാര്യത്തിലും വിയർപ്പിൻ്റെ ദുർഗന്ധത്തിൻ്റെ കാര്യത്തിലും അതിനൊരു അവധാനമില്ല. ചില സന്ദർഭങ്ങളിൽ പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും വിയർപ്പിൻ്റെ ദുർഗന്ധം സുഗന്ധമായി മാറാറുണ്ട്. അതങ്ങനെ എന്ന് നിങ്ങളിപ്പോൾ മനസ്സിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വിശദീകരിച്ചു തരാം. പ്രകൃതി ജന്തുക്കളെ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ്: ആണ്, പെണ്ണ്. വേറെ ഉണ്ട്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. പ്രധാനമായിട്ടും ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആൺ പെൺ പരസ്പര പൂരിതമാണ് ഒരു പുതിയ ജീവൻ്റെ ജനനം. അതില്ലെങ്കിൽ പുതിയ ജീവൻ്റെ ജനനം നടക്കില്ല. മനസ്സിലായല്ലോ? അതിനുവേണ്ടി ഇണയെ ആകർഷിക്കാൻ പുരുഷൻ്റെ ഈ വിയർപ്പിൽ കടന്നുകൂടുന്ന ചില ബാക്ടീരിയകളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിയർപ്പിലും കടന്നുകൂടുന്ന ചില ബാക്ടീരിയകളുണ്ട്. അവയുടെ ചില വിസർജ്യത്തിൻ്റെ രാസപരിണാമത്തിൻ്റെ ഫലമായിട്ട്, ഈ ബാക്ടീരിയകളുടെ വിസർജ്യത്തിൻ്റെ രാസപരിണാമമായിട്ട് ഗന്ധവും ദുർഗന്ധവും ഒക്കെ വ്യത്യാസപ്പെട്ടു വരും. സ്ത്രീകളുടെ ഈ മെൻസസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വിയർപ്പിനോടൊപ്പം തന്നെ ചില രാസപദാർത്ഥങ്ങളും പുറപ്പെടും. അതിന് അതീവ സുഗന്ധമായിരിക്കും. പുരുഷനെ ആകർഷിക്കുന്നതിനുള്ള ഗന്ധമായിരിക്കും. ഈ ഗന്ധങ്ങൾ പലതരത്തിലുണ്ട്. അത് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ആരോമ തെറാപ്പി എന്ന് പുതിയ ചികിത്സാ സമ്പ്രദായം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. സ്ത്രീകൾക്ക് പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി പീരീഡ് ടൈമിന് ശേഷം വരുന്ന ഈ വിയർപ്പ് സുഗന്ധമായിട്ട് മാറും. അപ്പോൾ ആർക്ക്? പുരുഷൻ. ഇതേപോലെ തന്നെ തിരിച്ചും എല്ലാ സമയങ്ങളിലും പുരുഷന്മാരിൽ നിന്ന് ഈ പുറപ്പെടുന്ന വിയർപ്പിൻ്റെ ഉള്ളിലുള്ള ചില ബാക്ടീരിയകൾ പ്രവർത്തന ഫലമായിട്ട്, അവയുടെ വിസർജ്യത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട്, അവയിൽ കടന്നുകൂടുന്ന രാസപരിണാമങ്ങളുടെ ഫലമായിട്ടൊരു സുഗന്ധം പുറപ്പെടുവിക്കും. ഈ സുഗന്ധം സ്ത്രീകൾക്ക് അത്യാകർഷണീയമായിരിക്കും. ഇതിൻ്റെ അന്തസത്തയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇത് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്ത്രീ പുരുഷൻ്റെ കാര്യം ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ജീവജാലങ്ങളിലും ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഗന്ധം, ഒരു പ്രത്യേകതരം ഗന്ധം ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് പലതരത്തിലുണ്ടാവും. ചില ജീവജാലങ്ങളിൽ ഒരു നിറമായിരിക്കും. എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വണ്ടിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് പൂവിന് നിറവും മണവും തേനും പ്രകൃതി കൊടുത്തിട്ടുള്ളത്. എന്നാലേ പരാഗണം നടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു അടിസ്ഥാനപരമായിട്ട് തത്വമായിട്ട് എല്ലാവരും മനസ്സിൽ വയ്ക്കുക. എല്ലായ്പ്പോഴും എല്ലാ വിയർപ്പിനും ദുർഗന്ധം ഉണ്ടാവില്ല. ദുർഗന്ധം ചിലപ്പോൾ സുഗന്ധമാകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇതൊരു ചെറിയ എപ്പിസോഡായിട്ട് ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അടുത്ത തവണ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, പാലക്കാട്, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്. നിങ്ങൾ ഈ ചാനൽ കാണണം, കണ്ട അഭിപ്രായം പറയണം, ഫോർവേഡ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യണം, അവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും വേണം. ഏതായാലും എത്രയും വേഗം എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ ആവശ്യമുണ്ട്. ദയവായി സഹായിക്കുക, സഹകരിക്കുക. നമസ്തേ. വീണ്ടും കാണാം.